ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു ഹെൽത്തി സ്നാക്ക് ഉണ്ടാക്കാം കേട്ടോ. ഹെൽത്തി സ്നാക്കായിട്ടോ മെയിൻ മീലായിട്ടോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. അതിനായിട്ട് ഞാൻ വെള്ളക്കടലയാണ് എടുത്തിരിക്കുന്നത്. നല്ലൊരു പ്രോട്ടീനാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ പയറുവർഗ്ഗങ്ങളെല്ലാം പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളാണ്. അപ്പോൾ ഈ വെള്ളക്കടലയിലൊക്കെ നല്ല പ്രോട്ടീൻ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് അധികം ഓയിലൊന്നും ആക്കാതെ നല്ല ഹെൽത്തി ആയിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ വെള്ളത്തിലിട്ടിട്ട് വേവിച്ചെടുത്തു. നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടാണ് വെള്ളത്തിലിട്ടിട്ട് വേവിച്ചെടുത്തത്. കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് കുക്കറിലിട്ട് വേവിച്ചെടുക്കുക ചെയ്യുന്നത്. ഇനി ഇതിനാവശ്യമായിട്ട് കുറച്ച് തേങ്ങ വേണം. തേങ്ങയും കറിവേപ്പിലയും പിന്നെ നമ്മുടെ പച്ചമുളകും കൂടി ഒന്ന് മിക്സിയുടെ ചെറിയ ജാറിൽ ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തു കേട്ടോ. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തു. പിന്നെ കടുകിട്ട് പൊട്ടിച്ചു. പിന്നെ നമ്മുടെ ഉഴുന്ന് പരിപ്പ് കുറച്ചിട്ട് പൊട്ടിച്ചു കൊടുത്തു. അപ്പോൾ അതൊക്കെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. പിന്നെ അതിനുശേഷം നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങയുടെ അരപ്പ് അത് ജസ്റ്റ് അങ്ങ് ചേർത്ത് കൊടുത്തു. അത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുത്തു കേട്ടോ. അത്രയേ ഉള്ളൂ, ഭയങ്കര സിമ്പിളാണ്. നമ്മളിപ്പോൾ ഡയബറ്റിക് പേഷ്യൻസോ അല്ലെങ്കിൽ വെയിറ്റ് കുറയ്ക്കാനുള്ളതൊക്കെ ആണെങ്കിലും മെയിൻ ഫുഡിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചിട്ട് ഇങ്ങനെ സൈഡ് ഡിഷ് വരുന്നത് നമുക്ക് കുറച്ച് കൂടുതലാക്കി കഴിക്കാം. അപ്പോൾ പ്രോട്ടീനൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അത്ര പെട്ടെന്ന് വിശപ്പൊന്നും ഫീൽ ചെയ്യില്ല കഴിച്ചു കഴിഞ്ഞാലും. അപ്പോൾ അതാ ഇങ്ങനെയൊക്കെ ഒരു ഹെൽത്തി സ്നാക്കായിട്ട്, അതല്ലെങ്കിൽ ഈവനിങ് ടൈമിൽ 4 മണി സമയത്ത് എല്ലാവരുടെയും ചായയും ബിസ്ക്കറ്റും അങ്ങനെയൊക്കെ കഴിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ബേക്കറി ഐറ്റംസൊക്കെ കഴിക്കുന്നവരുണ്ടാവും. അപ്പോൾ ആ സമയത്ത് നമുക്കിത് കുറച്ച് കഴിക്കാം. ചെറിയൊരു ബൗളിൽ കുറച്ചെടുത്ത് കഴിക്കുകയാണെങ്കിൽ ഇത് നല്ലൊരു ഹെൽത്തി സ്നാക്കായിട്ട് കൂടി നമുക്ക് യൂസ് ചെയ്യാം അല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണല്ലോ ഇത് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇപ്പോൾ രാവിലെയൊക്കെ ആണെങ്കിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് കറിയായിട്ട് ഉണ്ടാക്കില്ല. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കടല എടുത്തിട്ട് മാറ്റി വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാമല്ലോ. പയറുവർഗ്ഗങ്ങൾ കഴിക്കുമ്പോൾ ചിലവർക്ക് ഗ്യാസ് ഉണ്ടാവും. അപ്പം മുളപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് കേട്ടോ. കുറച്ചുകൂടി പോഷകങ്ങൾ കൂടുതലുണ്ടാവും. പിന്നെ നന്നായി കഴുകിയിട്ട് വേണം കുക്ക് ചെയ്യാനും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യും സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ. ഇങ്ങനെ ഹെൽത്തി വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.